വിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളെ അഭിമുഖീകരിച്ചുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാഫിറുകളെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, കാഫിറുകളെ അഭിസംബോധന ചെയ്തിട്ട് ഖുർആൻ സംസാരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് കാണാൻ പറ്റും, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തങ്ങളുടെ ആത്മാക്കളോട് അതിക്രമം ചെയ്തത് എൻ്റെ അടിയാന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്നൊരു കാര്യമുണ്ട്, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശപ്പെടരുത്. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു 3-4 കൽപ്പന, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, ലാ തൈഅസു മിൻ റൗഹില്ലാ, അല്ലേ, അള്ളാഹുവിൻ്റെ ആശ്വാസത്തെപ്പറ്റി നിങ്ങൾ നിരാശപ്പെടരുത്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശരാകരുത്, പ്രതീക്ഷയറ്റവരാകരുത്. അപ്പോൾ പ്രതീക്ഷ കൈവിടുക എന്നുള്ളത് അത് ഇബ്ലീസ് മനുഷ്യരിൽ ചെലുത്തുന്ന ഏറ്റവും വലിയ അപകടമാണ്. അതായത് ഒരാളൊരു പ്രതീക്ഷൻ്റെ മേലാണ് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ പ്രതീക്ഷ കൈവിടുക എന്ന് പറയുമ്പം അയാൾ നിരാശനാകണം, ജീവിതം മടുക്കണം. അത് വലിയ അപകടത്തിലേക്കാണ് എന്ത് ചെയ്യുക ഒരാളെ കൊണ്ടു ചാടിച്ച. കാരണം ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്, ബോധമുണ്ട്, അതൊക്കെ കൈവിട്ട് എല്ലാം തകർന്നടിഞ്ഞ മാനസികാവസ്ഥയിലേക്ക് ഏതൊരാളും എന്ത് ചെയ്യും, കൂപ്പുകുത്തും. അതെത്ര വലിയ ആളാണെങ്കിലും എത്ര ചെറിയ ആളാണെങ്കിലും നിരാശ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സമ്പത്തോ സൗകര്യങ്ങളോ നമ്മളെ അധികാരമോ പദവിയോ ഒന്നും പിന്നെ എന്ത് ചെയ്യില്ല, നമുക്ക് ഉപകാരപ്പെടില്ല. നമ്മൾ ഭയങ്കര ശൂന്യമായ ആത്മാവുമായിട്ട് ഭയങ്കര സീറോ ആയിട്ട് നമുക്ക് എംപ്റ്റിനെസ്, ഒരു വാക്കം നമുക്ക് ഫീൽ ചെയ്യും. അതാർക്കും ഫീൽ ചെയ്യും, എത്ര വലിയ റിച്ച് ആണെങ്കിലും എത്ര വലിയ പൊസിഷനിൽ നിൽക്കുന്ന ആളാണെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ ഒരാൾക്ക് സംഭവിച്ചാൽ അയാൾ തകർന്നു പോകും. അതാണ് ഇന്ന് ആളുകൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, നിരാശയാണ്. എന്തെല്ലാം ജീവിതത്തിൻ്റെ ഭൗതികമായ മാനദണ്ഡത്തിൽ വിജയമായി കണക്കാക്കുന്ന പല കാര്യങ്ങളും, സമ്പത്താകട്ടെ, അധികാരമാകട്ടെ, സ്വാധീനമാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, പദവികളാകട്ടെ, ഇതൊക്കെ ഒരുപാടുണ്ടായിട്ടും ഒരു ശൂന്യത അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് സഹോദരങ്ങൾ? അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഒരു മനുഷ്യനെ നിരാശയിലെത്തിക്കുക എന്നുള്ളത് പിശാചിൻ്റെ വലിയൊരു വിജയമാണ്. അൽബസ, ഇബ്ലീസ് എന്ന പേരനെ അങ്ങനെ നിരാശപ്പെട്ടവനാണ്. അപ്പോൾ നമ്മളെയും നിരാശപ്പെടുത്തുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് സഹോദരങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്യണം. ആരോടാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന നേരിട്ട് വിളിച്ച് പറയാണ്, തൻ്റെ ആത്മാക്കളോട് അതിക്രമം ചെയ്തു പോയ എൻ്റെ അടിയാന്മാരെ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ. അല്ലെ, പലപ്പോഴും ചില ആളുകളോടൊക്കെ സംസാരിച്ചാൽ അവരെന്താ പറയാ, ഏതായാലും ഇങ്ങനെ നിന്നെ കൊണ്ട് പറ്റൂല, അല്ലേ, ഞാനിങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ കുറേ തെറ്റുകളുടെ അടുത്ത് സംഭവിച്ചു, ഞാനിപ്പോൾ നന്നായിട്ട് എന്താണ്, എന്നോട് പടച്ചോൻ പൊറുക്കോ, അങ്ങനെ ഒരു ചെയ്ത തെറ്റുകൾ ഓർത്ത് എനിക്ക് നന്നാകാൻ സാധിക്കൂല, അല്ലെങ്കിൽ ഞാൻ അത്രയും മോശക്കാരനാണ് എന്ന ഒരു നിരാശ, അങ്ങനെയൊക്കെ ചെയ്തില്ല, ഞാൻ ചെയ്യാൻ പാടില്ല, അത്രയും ചെയ്തു പോയി, അതുകൊണ്ട് എനിക്ക് പടച്ചോൻ പുറത്തു തരൂല എന്ന്, ഞാൻ ഒരു നല്ല ആളല്ല എന്ന മനസ്സിൽ തോന്നി. അള്ളാഹു നേരിട്ടാണ് പറയുന്നത്, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തങ്ങളുടെ ആത്മാക്കളോട് അതിക്രമം ചെയ്തു പോയ എൻ്റെ അടിയാന്മാരെ, യാ ഇബാദീനാണ്, എൻ്റെ അടിമകളെ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ലാ തഖ്നതു മിൻ റൗഹില്ലാ, അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ, അല്ലാഹുവിൻ്റെ കാരുണ്യത്തെ പറ്റി നിങ്ങൾ നിരാശപ്പെടരുത്. കഴിഞ്ഞിട്ട് പടച്ചോൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, മുഴുവൻ പാപങ്ങളും നിശ്ചയമായും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുമെന്നാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റും സഹോദരങ്ങളെ, നമ്മളോട് അതിക്രമം ചെയ്ത, നമ്മളോട് അക്രമം ചെയ്തു പോയി നമ്മുടെ കീഴ് ജീവനക്കാരൻ, നമ്മളെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് ലക്ഷങ്ങൾ അടിച്ചു മാറ്റിയ ഒരുത്തനോട്, നമുക്ക് വലിയ നഷ്ടം വരുത്തി വെച്ച ഒരുത്തനോട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞാൻ മുഴുവൻ പുറത്തു തന്നിരിക്കുന്നു എന്ന്? പറയാൻ കഴിയില്ല. നമ്മൾ പുറത്തേക്ക് പറഞ്ഞാലും ഉള്ളിൽ നമുക്ക് പുറത്തു കൊടുക്കാൻ കഴിയില്ല. അതാണ് മനുഷ്യന്റെ അവസ്ഥ. നോക്കി, അള്ളാഹു എത്ര വിശാലമായ കാരുണ്യത്തിന്റെ നിറകുടമാണെന്നുള്ള ആലോചിക്കുക. അള്ളാഹുവിന്റെ കാരുണ്യം, തന്റെ അടിമകളോട് അള്ളാഹുവിനുള്ള സ്നേഹം ഈ ആയത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കണം, നമുക്ക് കാണാൻ പറ്റും. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, നിങ്ങൾ ചെയ്ത മുഴുവൻ പാപം അതെത്ര വലുതാണെങ്കിലും എന്നാണ്, ആകാശത്തിന്റെ ഉച്ചിയോളം സമുദ്രത്തിലെ തിരമാലകൾ പോലും നിങ്ങൾ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ തൗബ ആത്മാർത്ഥമാണ്, നിങ്ങളുടെ ശിഷ്ടജീവിതം നന്നാക്കി തീർത്ത് ജീവിക്കാൻ നിങ്ങൾ ആത്മാർത്ഥമായി തയ്യാറുണ്ടെങ്കിൽ അത് മുഴുവൻ പുറത്തു തരാൻ മാത്രം വിശാലമായ കാരുണ്യത്തിന്റെ ഉറവിടമാണ് അള്ളാഹു എന്ന ആയത്തിലൂടെ അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. വമൻ യഖ്നതു മിൻ റഹ്മത്തി റബ്ബി ഇല്ലല്ലാല്ലൂൻ എന്നാണ് വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് സൂറത്ത് ഹിജ്റിൽ കാണാൻ പറ്റും. തന്റെ രക്ഷിതാവിന്റെ കാരുണ്യത്തെപ്പറ്റി നിരാശനായവർ അവർ വഴിപിഴച്ചവരല്ലാതെ മറ്റാരാണെന്നാണ്. അപ്പൊ വഴിപിഴച്ചവർ മാത്രമാണ്, വഴികേടിൽ പെട്ടുപോയവർ മാത്രമാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തെപ്പറ്റി നിരാശപ്പെടുള്ളൂ എന്നാണ്. അപ്പൊ എത്ര പാപങ്ങൾ എത്ര ചെയ്തു എന്നതല്ല പ്രശ്നം, നിങ്ങൾ മടങ്ങാൻ തയ്യാറുണ്ടോ? റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങി ശിഷ്ടജീവിതം നന്നാക്കി, നിലപാട് നന്നാക്കി ജീവിക്കാൻ തയ്യാറുണ്ടോ എന്നതാണ് സഹോദരങ്ങളെ ഏറ്റവും പ്രധാനം. ആ നിലപാടും തിരുത്തി ജീവിതം നന്നാക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങാത്തത്. നമ്മൾ ചെയ്തു പോയ പാപത്തെപ്പറ്റിയും കുറ്റങ്ങളെപ്പറ്റിയും വഴികേടിനെ പറ്റിയും ഓർത്ത് വിലപിച്ച് മാറാൻ തയ്യാറില്ലാത്തത് എന്തുകൊണ്ടാണ്? ഒരു മാറ്റം, അത് മാറി ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. അള്ളാഹു പുറത്തു തരില്ല എന്നതുകൊണ്ടല്ല, അത് മുഴുവൻ പുറത്തു തരാൻ മാത്രം വിശാലമായ കാരുണ്യമുണ്ടെന്നാണ് യാക്കൂബ് നബി തന്റെ മക്കളോട് പറയുന്നുണ്ട്. വലാ തൈഅസൂ മിൻ റൗഹില്ലാ ഇന്നഹു ലാ യൈഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ എന്നാ പറഞ്ഞത്. അള്ളാഹു നൽകുന്ന ആശ്വാസത്തെ പറ്റി
കാഫിർ അല്ലാതെ ആരാണ് നിരാശപ്പെടുന്നത്? കാഫിർ എന്നാണ് ഈ മതത്തെ, അള്ളാഹുവിന്റെയും റസൂലിനെയും നിഷേധിച്ചവനാണ്, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നിഷേധിച്ചവനാണ്, അള്ളാഹുവിന്റെ ദീനിനെ നിഷേധിച്ചവനാണ് കാഫിർ എന്നാൽ. കാഫിറുകളല്ലാതെ ആരാണ് അള്ളാഹു നൽകുന്ന ആശ്വാസത്തെ പറ്റി നിരാശപ്പെടുക എന്നാ ചോദിച്ചത്. യാക്കൂബ് നബി മക്കളോട് ചോദിച്ചാണ് അല്ലേ, നിങ്ങൾ അള്ളാഹുവിന്റെ ആശ്വാസത്തെ പറ്റി എന്ത് ചെയ്യരുത്, നിരാശപ്പെടരുത് എന്നാണ്. നിശ്ചയമായും അള്ളാഹുവിന്റെ ആശ്വാസത്തെ പറ്റി നിരാശപ്പെടുന്നവർ കാഫിറുകൾ മാത്രമാണെന്ന്, ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു വിശ്വാസിയുടെ കരച്ചിൽ, അവന്റെ മനസ്സിലുള്ള ഒരു സങ്കടം, അതൊരിക്കലും അസ്ഥാനത്തല്ല. അവൻ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആ കരച്ചിൽ ഒരിക്കലും വെറുതെയല്ല. അള്ളാഹു കാണുന്നുണ്ട് മനുഷ്യന്റെ ഓരോ സങ്കടങ്ങളും, ഓരോ പ്രയാസങ്ങളും. അതേതുമാകട്ടെ, അത് ഭൗതിക ജീവിതത്തിലെ ഭൗതികമായ പ്രതിസന്ധികളാകട്ടെ, മാനസികമായ സംഘർഷങ്ങൾ, ഒരാൾക്കും അറിയാത്ത മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച ആത്മീയ സംഘർഷങ്ങളാകട്ടെ, ആത്മദുഃഖങ്ങളാകട്ടെ, ഏകാന്തതയിൽ അനുഭവിക്കുന്ന നീറലാകട്ടെ, ഇതെല്ലാം അറിയുന്ന ഒരു റബ്ബുണ്ട്. എന്റെ സ്ട്രഗിൾ, എന്റെ കഷ്ടപ്പാട്, എന്റെ ബുദ്ധിമുട്ട് എന്റെ റബ്ബ് അറിയുന്നുണ്ട്, ഇതെല്ലാം അള്ളാഹു കാണുന്നുണ്ട് എന്ന ഒരു ബോധം മനുഷ്യന് നൽകേണ്ട ആശ്വാസം എത്രയാണ് സഹോദരങ്ങളെ. അതാണ് ഈ ആയത്തിൽ പ്രതിഫലിക്കുന്നത്. ഓരോ പ്രവാചകന്മാരും, ഈ പ്രവാചകന്മാരുടെ മുഴുവൻ ചരിത്രങ്ങൾ നോക്കിയാൽ ഇത് കഷ്ടപ്പാടിന്റെ ചരിത്രമാണ്, പ്രവാചകന്മാരുടെ ചരിത്ര പ്രതിസന്ധികൾ നിറഞ്ഞ ചരിത്രമാണ്. എന്തിനാണ് വിശുദ്ധ ഖുർആൻ ഈ ചരിത്രം മുഴുവനും മനുഷ്യനെ ഓർമ്മപ്പെടുന്നതാണ്. 950 വർഷം ദഅവത്ത് നടത്തിയിട്ട് വിരലെണ്ണാവുന്ന ആളുകളെ പോലും കിട്ടാത്ത ഒരു പ്രവാചകൻ. അല്ലെങ്കിൽ ആലോചിക്ക്, ഒരു ബിസിനസ് നടത്തിയിട്ട് 100-200 കൊല്ലം ബിസിനസ് നടത്തിയിട്ട് ഒരു കാര്യമായി ലാഭ ബിസിനസ് ഒരു കരക്കടിപ്പിക്കാൻ പറ്റാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. നൂഹ് നബിന്റെ ഉദാഹരണമാണ്. 950 കൊല്ലം വേറൊരു പണിയില്ല, ദഅവത്ത് മാത്രം, അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ള ഒരൊറ്റ പണി മാത്രമാണ് 950 കൊല്ലമായി എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടോ ഒരു റിസൾട്ട് ഇല്ല. ഒരു പറയാൻ പറ്റിയ ഒരു ഗ്രാഫ് ഉണ്ടാക്കാനോ ഒരു റിസൾട്ട് ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു റിസൾട്ട് ഇല്ല. നമ്മൾ പറയല്ലേ, എന്താണ് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റിയ പബ്ലിഷ് ചെയ്യാൻ പറ്റിയ റിസൾട്ട് പോലും നമ്മൾ എടുത്തില്ലാത്ത, ഒരു ഗ്രാഫ് വരച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു റിസൾട്ട് പോലും ഇല്ലാതെ 950 കൊല്ലത്തെ നിരന്തരമായ പരിശ്രമം. സഹോദരങ്ങളെ, ഉലുൽ അസ്മിന്റെ പ്രവാചകനാണ്. നിങ്ങളെ ചോദിക്കും, അള്ളാഹു നൽകിയ ദറജത്തിന് ഒരു ദഅവത്ത് നടത്തിയിട്ട് ഒരു കൗമിനെ പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത, അള്ളാഹുവിന്റെ ശിക്ഷയിറങ്ങി മുഴുവൻ ജനങ്ങളെയും വിശ്വാസികളല്ലാത്ത ആളുകളെ മുഴുവൻ നശിപ്പിച്ച ഒരു മഹാപ്രളയം. ആ പ്രളയമാണ് നൂഹ് നബിന്റെ സമൂഹത്തിന് അള്ളാഹു നൽകിയത്. എന്നിട്ടോ ആ പ്രവാചകൻ അള്ളാഹു ഏറ്റവും വലിയ ദറജയാണ്. ഉലുൽ അസ്മിന്റെ അമ്പിയാക്കളുടെ കൂട്ടത്തിലാണ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാമിനെ നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു റിസൾട്ട് പോലും ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം, ഇതൊക്കെ ഖുർആൻ പറയുമ്പോൾ പ്രതിസന്ധികൾ നിറഞ്ഞ ചരിത്രമാണ്. യൂസുഫ് നബിന്റെ ചരിത്രം, മൂസാ അലൈഹി സ്വലാമിന്റെ ചരിത്രം, മഹാനായ മുഹമ്മദ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം, പിറന്ന 7 കുട്ടികളിൽ 6 കുട്ടികളും പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് കബറിലേക്ക് ഇറക്കി വെക്കേണ്ടി വന്ന ഒരു പ്രവാചകൻ. വാലറ്റവൻ എന്ന് കൂടെയുള്ളവർ എന്ന് ദഅവത്ത് ചെയ്യപ്പെടുന്ന ആളുകൾ എന്താണ് പരിഹസിക്കണം. വാലറ്റവൻ, 7 കുട്ടികളിൽ 6 ആൺകുട്ടികളെയും മരിച്ച് കബറിലേക്ക് ഇറക്കി വെക്കുകയും അതിന്റെ പേരിൽ വാലറ്റവൻ എന്ന ആക്ഷേപം കേൾക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു പ്രവാചകൻ. ആ പ്രവാചകൻ പോലും സഹോദരങ്ങളെ ജീവിതത്തിൽ നിരാശനായിട്ടില്ല. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, പ്രവാചകരെ താങ്കൾ ദുഃഖിക്കേണ്ട, അള്ളാഹു നമ്മോട്. അബൂബക്കറെ റളിയല്ലാഹുവിനോട് പറഞ്ഞു, താങ്കൾ ദുഃഖിക്കേണ്ടതില്ല, ഇന്നല്ലാഹ മഅനാ, നിശ്ചയമായും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. സഹോദരങ്ങളെ, ആ കൂടെ അള്ളാഹു കൂടെയുണ്ട് എന്ന് എല്ലാ പാപങ്ങളും അള്ളാഹുവിനോട് ചെയ്തു പോയ വീഴ്ചകൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് നല്ലൊരു ജീവിതത്തിന് തയ്യാറെടുക്കാൻ ആരുണ്ട് സഹോദരങ്ങളെ? അവർക്കുള്ളതാണ് ഓരോ സൂര്യാസ്തമയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയാണ്. രാത്രിയുടെ അവസാന യാമത്തിൽ, അവസാനത്തെ 3-1 അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്നും തന്റെ അടിമകളുടെ പ്രാർത്ഥന അവൻ ഏറ്റെടുക്കുമെന്നും അതിന് ഉത്തരം നൽകുമെന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോ രാത്രിയും പ്രതീക്ഷയാണ്. ഓരോ സൂര്യാസ്തമയും എന്റെ റബ്ബിലേക്ക് എന്റെ ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള പ്രതീക്ഷയാണ് ഓരോ രാത്രിയും മനുഷ്യൻ നൽകുന്നത്. ഓരോ പ്രഭാതവും സഹോദരങ്ങളെ പുതിയ പ്രതീക്ഷയാണ്. എന്റെ പ്രാർത്ഥനയ്ക്ക് എന്റെ റബ്ബ് ഉത്തരം നൽകുമെന്നുള്ള, എന്റെ ജീവിതത്തിൽ അള്ളാഹു ഒരു തുറവി നൽകുമെന്നുള്ള പ്രതീക്ഷയുടെ ജീവനാണ് ഓരോ സൂര്യോദയവും ഒരു മനുഷ്യനെ വിശ്വാസിക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണമെന്ന ഒന്ന് തൗബയുടെ വാതിലടക്കാത്ത കാലത്തോളം, മരണം റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയിട്ട് തൗബയുടെ വാതിലടയുന്നത് വരെ ഒരു വിശ്വാസി പ്രതീക്ഷയിൽ തന്നെയാണ്. അവൻ എന്തൊക്കെ ഭൗതികമായും മാനസികമായ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിൽ ബലമേൽപ്പിക്കാൻ അവൻ തയ്യാറുണ്ടെങ്കിൽ അവന് നിരാശയ്ക്ക് വഴിയില്ല സഹോദരങ്ങളെ. അവിടെ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ അള്ളാഹുവിനെ അറിയാനും മനസ്സിലാക്കാനും ആ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിരാശ പിടികൂടുക എന്നത്, ജീവിതത്തിലെ പ്രതീക്ഷ നഷ്ടപ്പെടുക എന്നത് വലിയ ഒരു അപകടമാണ് നമ്മുടെ ജീവിതത്തിൽ വരുത്തി വെക്കുക. ഭൗതികമായ ഏത് വിഭവങ്ങൾക്കും പരിഹരിക്കാൻ സാധിക്കാത്ത വലിയൊരു ശൂന്യതയിലാണ് മനുഷ്യൻ എത്തിപ്പെടുക. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പറ്റി നിങ്ങൾ നിരാശപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രതീക്ഷ അക്രമം ചെയ്ത ആളുകൾ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്ന ഒരു കാര്യം, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ,
മനുഷ്യന് പോലും തൻ്റെ ഈ ജീവനക്കാരനോട് തൻ്റെ സഹജീവികളോട് ചെയ്യാൻ സാധിക്കാത്ത വിശാലമായ കാരുണ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കവിടെ പറഞ്ഞു തരുന്നത്. 100 പേരെ കൊന്ന ആളെ ചരിത്രം നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട് അല്ലേ? അവിടെയും ആ 100 പേരെ കൊന്ന ഒരാൾക്ക് പോലും തൗബയുണ്ട് എന്നാണ് നമ്മളെ അള്ളാഹു പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചൊരു വിശ്വാസി ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങളതിൽ ആ നിരാശ വെക്കാൻ പാടില്ല. പ്രവാചകന്മാരുടെ ചരിത്രം മുഴുവനും മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം, രോഗം വന്ന് സമ്പത്തും സന്താനങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് അല്ലെ, ഭൗതികമായി നമുക്കുണ്ട് എന്ന് വിചാരിക്കുന്ന നമ്മുടെ മക്കൾ, ആൾക്കാർ വിചാരിക്കുന്നത് എനിക്കിപ്പോൾ സമ്പത്തുണ്ട്. ചില ആൾക്കാർ വളരെ കോൺഫിഡൻറ്റോടെ സംസാരിക്കുക, ഞാൻ ഒരു ആയുഷ്കാലം കഷ്ടപ്പെട്ടു, അൽഹംദുലില്ലാ എനിക്ക് കുറേ നല്ല മക്കളുണ്ട്, സൗകര്യങ്ങൾ സമ്പത്തൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം അയ്യൂബ് നബിയുടെ ചരിത്രം നോക്കി നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഒരു മനുഷ്യന് സപ്പോർട്ടായിട്ട് ഉണ്ടാകുക എന്നുള്ളതൊക്കെ. അള്ളാഹു അതൊക്കെ അങ്ങോട്ട് മാറ്റിക്കളൊരു ഒരു പീരീഡ് കാലഘട്ടത്തേക്ക് എല്ലാവരും അകന്നുപോയി. മക്കൾ നഷ്ടപ്പെട്ടു, കുടുംബം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, അസുഖം വന്നു. അപ്പോൾ സഹോദരങ്ങളെ, ആ അസുഖത്തിൽ നമുക്കുള്ള പ്രതീക്ഷ, നമുക്കൊരു അസുഖം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ മക്കളുണ്ടാവും, നമ്മുടെ ചികിത്സിക്കാനുള്ള സമ്പത്തും ആസ്തിയും ബാങ്ക് ബാലൻസും അസറ്റൊക്കെ നമ്മുടെ അടുത്തുണ്ട് എന്നാണ്. അതൊക്കെ നഷ്ടപ്പെട്ട് ഒരു അസുഖം വന്ന് അതൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ നമ്മൾ ലോക്കായി കിടന്നൊരു പരീക്ഷണത്തെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കി. അതാണ് മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാം അകപ്പെട്ടു പോയ പരീക്ഷണം. അതിൽ അള്ളാഹു ലാസ്റ്റ് വലിയൊരു തുറവി നൽകി, ആശ്വാസം നൽകി, അള്ളാഹു ഒരു വിജയം കൊടുക്കണം. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കും. ഇതൊക്കെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവാചകന്മാരുടെ നീണ്ട കഥകളും കഷ്ടപ്പാടിൻ്റെ ചരിത്രങ്ങളൊക്കെ നമുക്ക് നൽകുന്നതാണ്. ഇതൊക്കെ മനുഷ്യന് നമുക്കും ഇതൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. ഇതൊക്കെ മനുഷ്യന്മാർ ഈ ലോകത്ത് വ്യത്യസ്ത സ്ഥലത്ത് വ്യത്യസ്ത രൂപത്തിൽ ആളുകൾ ഈ പ്രതിസന്ധികളിലൊക്കെ കടന്നു പോകുന്നുണ്ട്. നമുക്ക് ചുറ്റും നമ്മൾ കടന്നു പോകില്ലെങ്കിലും ഒരുപക്ഷെ നമ്മുടെ അയൽവാസി കടന്നു പോകുന്നുണ്ടാവും, നമ്മുടെ കുടുംബക്കാരൻ കടന്നു പോകുന്നുണ്ടാവും, നമ്മുടെ സുഹൃത്ത് ഇതേ പരീക്ഷണത്തിലൂടെ കടന്നു പോകുന്നുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ നമ്മൾ കാണിക്കേണ്ട ഒരു ബാധ്യത, ഒരു വിശ്വാസി എന്ന നിലക്ക്, ഒരു മനുഷ്യൻ എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ റസൂൽ കാണിച്ചുന്ന ഉദാത്തമായ മാതൃകകളുണ്ട്. അതൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വിശ്വാസിയായ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ മുറുകെ പിടിച്ചുകൊണ്ട് ഈ പ്രതിസന്ധികളിലൊക്കെ നമുക്ക് പ്രതിസന്ധി ഇല്ലെങ്കിൽ പ്രതിസന്ധിയുള്ള ആളുകളൊക്കെ ഒരു താങ്ങ് നൽകിക്കൊണ്ട് അവരെ നമ്മൾ എന്ത് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കാൻ പറ്റുന്ന സഹോദരങ്ങളെ നമ്മൾ അത് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും സമ്പത്ത് കൊടുത്തുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യണം. നമുക്കൊരു കൗൺസിൽ കൊടുത്ത് ഒരു കൗൺസിലിംഗ് നടത്തിയിട്ട് ആശ്വാസത്തിൻ്റെ ഒരു വാക്ക് പറയാനാണ് നമുക്ക് സാധിക്കുമെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് അയാളെ പ്രതിസന്ധിയിൽ അയാളെ അള്ളാഹുമായി കണക്ട് ചെയ്യാൻ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഒരുപക്ഷെ പൈസ കൊടുക്കാൻ പറ്റും, വേറെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമെങ്കിലും ഒരാളൊരു പരീക്ഷണത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് അള്ളാഹുവിനായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അത് പ്രതിസന്ധിയിൽ നഷ്ടപ്പെടുക എന്നുള്ളത് അങ്ങേയറ്റത്തെ പരീക്ഷണമാണ്. ഒരു പ്രതിസന്ധി വരായതിനേക്കാൾ പരീക്ഷണം ആ പ്രതിസന്ധിയിൽ അള്ളാഹുമായുള്ള ബന്ധം നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു വിശ്വാസി എന്ന നിലക്ക് ആ ഒരു ഭാഗം കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളാകട്ടെ, നമ്മുടെ മക്കളാകട്ടെ, നമ്മുടെ മാതാപിതാക്കളാകട്ടെ, നമ്മുടെ കുടുംബക്കാരാകട്ടെ, അവരേറ്റൊക്കെ അങ്ങനത്തെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് അള്ളാഹുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടാക്കി കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ നമ്മൾ വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നോക്കി, മരണമാസന്നമായ ഒരു യഹൂദ കുട്ടിയെ കാണാൻ പോയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് കെലിമ ചെല്ലാൻ വേണ്ടിയിട്ടാണ്. കെലിമ ചെല്ലാനാണ്. എന്താണ്? ഈ അസുഖത്തിൽ മരിച്ചാൽ നരകത്തിലേക്കാണ് പോവുക. അതുകൊണ്ട് മുസ്ലിം ആകണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊരാൾക്ക് പൈസ കൊടുക്കാൻ പറ്റും, പക്ഷേ ഒരാളെ തൗഹീദിലായി മരിപ്പിക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ ഒരാൾക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം അയാളെ തൗഹീദിലാക്കി മരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ വില കുറച്ച് കാണരുത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആളുകളെയും അത് നമ്മൾ ഒന്നും ഒരു മോശം വിചാരിക്കണം. ഞാൻ ഇവിടെ വന്നിട്ട് പൈസ എന്നിട്ട് ഞാൻ ഇപ്പോൾ ദീന് പറയാണോന്നല്ല സഹോദരങ്ങളെ. നമ്മൾ പൈസ കൊടുത്താലേക്ക് ചിലപ്പോൾ ആശ്വാസം കിട്ടും, പക്ഷേ അയാൾ നാളെ മരണാനന്തര ജീവിതം മോശമായ ഒരവസ്ഥയിലേക്കാണ് പ്രത്യക്ഷത്തിൽ അയാൾ പോകുന്നതെങ്കിൽ സഹോദരങ്ങളെ നമ്മളെ പൈസ കൊണ്ടൊന്നും തടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ ബാധ്യത എന്ന നിലക്ക്, ഒരു ഗുണകാംക്ഷ എന്ന നിലക്ക്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ എന്ന നിലക്ക് നമ്മളത് പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ ആരെയും ഭയപ്പെടേണ്ടതില്ല. നമ്മളെ ഉള്ളിൽ ക്രിയാണ്, നമ്മൾ അള്ളാഹുവിൻ്റെ ആത്മാർത്ഥമായ ഇഖ്ലാസോട് കൂടിയാണ് നമ്മളത് പറയുന്നതെങ്കിൽ അതിലൊരു പ്രതിസന്ധിയും വരാതെ അത് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കും. ദഅവത്തിൻ്റെ ചരിത്രം, പ്രവാചകന്മാരുടെ ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനുള്ളൊരു ആർജവം കൂടി നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഹക്ക് മനസ്സിലാക്കാനും ഹക്ക് പിന്തുടർന്ന് ജീവിക്കാനും സത്യത്തിൻ്റെ ആളായിക്കൊണ്ട് സത്യത്തിൻ്റെ കൂടെ സഞ്ചരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബാത്തിലിൽ നിന്നും ബാത്തിലിൻ്റെ ആളുകളിൽ നിന്നും അകന്നു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.